അതെ, 2023 ഈ സമൻസ് അയച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അതിൽ പ്രധാനപ്പെട്ട നടപടികൾ ഉണ്ടായ ഒരു വർഷം കൂടിയാണ്. ആ വർഷം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകന് വിവേക് കിരണിന് ഇഡി സമൻസ് അയച്ചിരുന്നത്. ക്ലിഫ് ഹൗസ് അഡ്രസ്സിലേക്കാണ് സമൻസ് പോയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അന്ന് വിവേക് ഹാജരായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏത് നടപടി ഉണ്ടായി എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ഒരു അവ്യക്തതയും ഇപ്പോൾ തുടരുന്നുണ്ട്. സ്റ്റെഫിനാണ് ഈ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞത്. മറ്റൊരു വിവരം, തൃശൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാനെത്തിയ യുവമോർച്ച പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ എടുത്തു എന്നുള്ളതാണ്. രാമനിലയത്തിന് സമീപത്ത് നിന്നാണ് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. MS ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, ഗുഡ് മോർണിംഗ്. എപ്പോഴായിരുന്നു ഈ പ്രകടനം ഉണ്ടായത്? ഇന്ന് രാവിലെയാണ് ഉണ്ടായത്. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പോലീസ് അക്കാദമിയിലെ ഒരു പാസിംഗ് ഔട്ട് പരേഡിനായി രാമനിലയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുൻപായാണ് യുവമോർച്ച പ്രവർത്തകർ അവിടെ കൂടിയിരുന്നിരുന്നത്. അവരെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. കൂടാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ ഒരു സമയത്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കരുതൽ തടങ്കലിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. യുവമോർച്ച പ്രവർത്തകർ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് നടത്തിയതെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷാഫി പറമ്പിലിനെതിരെയുള്ള പോലീസ് അതിക്രമത്തിന് എതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ രംഗത്തെത്തിയത്. എന്തായാലും ഇരു വിഭാഗത്തെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി മുഖ്യമന്ത്രി ഇപ്പോൾ പോലീസ് അക്കാദമിയുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.